بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, കുവൈത്തിലെ മലയാളി സമൂഹത്തിലെ ഞാനേറെ സ്നേഹിക്കുന്ന പ്രിയങ്കരരായ സഹോദരന്മാരെ, സഹോദരികളെ, പരമകാരുണികനായ അല്ലാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ ആത്മീയ ചൂഷണത്തിനെതിരെ
മനുഷ്യ മനസ്സുകളെ ചിന്തിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരവസ്ഥാവിശേഷത്തിലൂടെയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ ആദർശാധിഷ്ഠിത പ്രസ്ഥാനമായ സലഫി പ്രസ്ഥാനം മനുഷ്യരോട് എന്നും നിലനിർത്തി പോരുന്ന സ്നേഹത്തിൻ്റെ, യഥാർത്ഥത്തിൽ ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ, ഏതൊരു കാലഘട്ടത്തിലെയും വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പല ആളുകൾക്കും പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. ഒന്ന്, ഞങ്ങളിതാ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു എന്ന് പത്രത്തിൽ വാർത്ത വരിക, എല്ലാറ്റിലും പ്രതികരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ എന്ന് ആളുകൾക്കിടയിൽ ഒരു ചർച്ചയാവും. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് ഈ ചർച്ച. വ്യക്തിപരമായും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രാസ്ഥാനികമായുമുള്ള ഒരു അവസ്ഥാവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ആർദ്രതയുടെ ഒരു വശം കൂടിയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. പരലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഈ ചർച്ച എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും വളരെയേറെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ഈ വിഷയത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും സലഫുകളെ അനുധാവനം ചെയ്തിട്ടുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെയും ഒക്കെ വിശദീകരണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയത്തെ സമൂഹത്തിന് ഉപകരിക്കട്ടെ, നരകത്തിൽ നിന്നുള്ളൊരു മോചനത്തിന് ഇതൊരു കാരണമായി തീരട്ടെ, സ്വർഗപ്രവേശനത്തിന് ഉപകരിക്കും വിധം ഇത് ക്രോഡീകരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഞാൻ. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. മനസ്സിൻ്റെ അഗാധതയിൽ നിന്ന് വരുന്ന ഒരു തേട്ടമുണ്ട് ഈ വിഷയത്തിലെല്ലാം. ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ദൈവത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴുമുള്ള ആ തേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, പടച്ചവനെ, നിന്റെ അമ്പിയാക്കൾ നിർവഹിച്ച ഒരു മഹാദൗത്യത്തിൻ്റെ, കലവറയില്ലാത്ത പ്രബോധനത്തിൻ്റെ, അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ഒരു നീർച്ചാലാണ് യഥാർത്ഥത്തിൽ സലഫി പ്രബോധന സംഘത്തിൻ്റെ ദഅവത്തിൻ്റെ മാനദണ്ഡമായി വരുന്നത്. സ്നേഹമായിരുന്നു മനുഷ്യരോട്. ആ സ്നേഹം എന്ന് പറയുന്നത് ദുനിയാവിലെ എന്തെങ്കിലും ഒരു നേട്ടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ നാം തിരഞ്ഞെടുക്കുന്ന ഏതൊരു വിഷയവും പ്രാമാണികമായി അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ എന്നും സൂക്ഷിച്ചു പോരുന്ന കാര്യങ്ങളിലൊന്നാണ്. ജനങ്ങൾ ഇന്നലെ വരെ വെച്ചു പുലർത്തിയിരുന്ന, അല്ല, ഈ പ്രസംഗ സദസ്സിലേക്ക് കയറി വരുമ്പോൾ വെച്ചു പുലർത്തിയിരുന്ന തെറ്റായ ധാരണകളെ തിരുത്തി ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഒരു പ്യൂപ്പയിൽ നിന്ന് അതിൻ്റെ തോട് പൊട്ടി പുറത്തു വരുന്ന വർണ്ണശലഭത്തെ പോലെ ഒരു ഫ്രഷായ മനുഷ്യരായി, കുറേ നല്ല ചിന്തകൾ ഉൾക്കൊള്ളുന്ന ആളുകളായി ഈ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തു പോകണം. അൽഹംദുലില്ലാ, റാഹത്തായിരുന്നു എന്ന് മനുഷ്യർക്ക് അനുഭവപ്പെടണം. അങ്ങനെ അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും ആചാരങ്ങളിലും ചിന്തകളിലുമുള്ള എല്ലാ വൈകല്യങ്ങളെയും തിരുത്തിക്കൊടുക്കാനും വ്യക്തമായ ഇസ്ലാമിൻ്റെ കണിശമായ നിലപാടുകളിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പ്രബോധനത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത് ആർക്കെതിരുമല്ല, എന്നാൽ ആർക്കനുകൂലവുമല്ല. ആർക്കെതിരുമല്ല, ആർക്കനുകൂലവുമല്ല. സത്യത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള കൃത്യമായ ഈ വിഷയത്തിലെ വായന നടക്കണം എന്നതാണ് ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതും. ആത്മീയ ചൂഷണം എന്നത് ഇന്നും നിലയും തുടങ്ങിയിട്ടുള്ളൊരു കാര്യമല്ല. ഏത് കാലഘട്ടത്തിലും എനിക്ക് വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, നോഹ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ളതാണ് മതരംഗത്തുള്ള ചൂഷണം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ, അതിൻ്റെ പരിഭാഷകളിലൂടെ, അതിൻ്റെ തഫ്സീറുകളിലൂടെ നാം കടന്നുപോയാൽ നമുക്ക് കാണാൻ സാധിക്കും, 5 മഹാന്മാരെ വെച്ചുകൊണ്ടാണ് ആദ്യമായി പൗരോഹിത്യം ലോകത്ത് ചൂഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇത് വളരെ, ഞാൻ പറഞ്ഞു, ഇതൊരു വെറുമൊരു പ്രസംഗമായി നിങ്ങൾ ആരും കരുതരുത്. അങ്ങാടിയിൽ നടക്കുന്ന ഒരു ശബ്ദമയമായി ഈ പ്രഭാഷണത്തെ നിങ്ങൾ കാണുകയും വരുത്. മറിച്ച് ഇത് വിഷയമാണ്. ഈ വിഷയം ഉൾക്കൊള്ളേണ്ടതാണ്. ഉൾക്കൊള്ളുക മാത്രമല്ല, തന്നോടൊപ്പം ജീവിക്കുന്ന സഹപ്രവർത്തകരെ വളരെ സ്നേഹത്തോടെയും അതോടൊപ്പം നരകത്തിലേക്കുള്ള അവരുടെ യാത്രയെ തടഞ്ഞു നിർത്തി
സ്വർഗത്തിന്റെ വഴികളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയൊരു ഉദ്ദേശവും കൂടി നമുക്കിതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ആ നിലക്ക് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നോക്കൂ, നിങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ച അദ്ദേഹത്തിന്റെ പ്രബോധന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ മുതൽ ആരംഭിക്കുന്നു മഹാന്മാരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിൽ നിന്ന്, പടച്ചതമ്പുരാനെ ആരാധിക്കുന്നതിൽ നിന്ന്, പടപ്പുകളെ ആരാധിക്കാൻ എന്ന് മനുഷ്യകുലം തുടങ്ങിയോ അന്ന് മുതൽ ആത്മീയ ചൂഷണങ്ങൾ ആരംഭിക്കുകയായി. ഒന്നാമതായി നമ്മൾ അറിയണം, ആത്മാവിനെ സംബന്ധിച്ച ഒരു ചർച്ച. ആത്മീയത എന്ന് പറയുന്നത് ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ്. മനുഷ്യ ശരീരം മണ്ണിന്റെ ഭാഗമാണ്, ആത്മാവ് മണ്ണിന്റെ ഭാഗമല്ല. ഞാനിത് ചുരുക്കി പറയുകയാണ്. ഓരോ വ്യക്തികളും ഈ വിഷയത്തിൽ ലയിച്ചു ചേർന്നാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു റൂട്ട് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ആത്മാവ് എന്ന് പറയുന്നത് അള്ളാഹു സവിശേഷമായി മനുഷ്യനിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. ആ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണം. ആ ആത്മാവ് പരിശുദ്ധമായ ഒരവസ്ഥയെ പ്രാപിക്കണം. ആ ആത്മാവുമായിട്ടാണ് ആത്മീയതയെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആത്മീയത എന്ന പദം പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോഗിച്ച് ശീലിച്ചതും കേട്ട് പരിചയമുള്ളതുമായ ഒരു പദമാണ് ആത്മീയത. ആത്മീയത ഇന്ന് കേരളത്തിലെ എന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കച്ചവട ചരക്കായി മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീയ ചൂഷണത്തെ പോലെ ഒരു ചൂഷണം ലോകത്ത് സംഘടിതമായും വ്യവസ്ഥാപിതമായും ശാസ്ത്രീയമായും ഏറെ പ്ലാനിങ്ങോടുകൂടെ നടക്കുന്ന വലിയൊരു സംരംഭമാണ് ആത്മീയ ചൂഷണം എന്ന് പറയുന്നത്. സാമ്രാജ്യത്വ ശക്തികളുടെ കണ്ണുകൾ പോലും ഒടക്കി നിൽക്കുന്ന ഒരു വല്ലാത്ത മേഖല. പൗരോഹിത്യവും സാമ്രാജ്യത്വ ശക്തികളും ഒന്നിച്ച് കൈകോർക്കുന്ന ഒരു വല്ലാത്ത മേഖലയുമുണ്ട് ആത്മീയതയിൽ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. പല അവസ്ഥാവിശേഷങ്ങളും ആത്മീയ ചൂഷണവുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്ത്യയിലെ മനുഷ്യ ദൈവങ്ങളിൽ നിന്നുകൊണ്ട് വിശാലമായ ഒരു ലോകം ആത്മീയ ചൂഷണത്തിന്റെ ഒരു ലോകമായി. ഒരു മനുഷ്യ ദൈവത്തിന്റെ മരണത്തിന് ശേഷം 40,000 കോടിയുടെ ആസ്തി, അത് ആദ്യത്തെ കണക്കെടുപ്പാണ്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വലിയ സംഖ്യകൾ ഈ രംഗത്ത് ആത്മീയ ചൂഷണത്തിലൂടെ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യനെ, അവന്റെ വിശ്വാസത്തെ, അവന്റെ ദൈവവിശ്വാസത്തെ, മതത്തോടുള്ള അവന്റെ അടങ്ങാത്ത അഭിനിവേശത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ആത്മീയ രംഗത്തെ ഏറ്റവും കൂടുതൽ കച്ചവടവൽക്കരിക്കുന്ന പൗരോഹിത്യം പിടിമുറുക്കിയിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അതിനെ വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ആത്മാവ് എന്താണ്? ആത്മീയത എന്ന് ഇസ്ലാം വിളിക്കുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഇസ്ലാമിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ എന്താണ്? ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദ സമൂഹവുമായി നമുക്കൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഈ സൂഫി ചിന്തകളും അദ്വൈത സിദ്ധാന്തങ്ങളുമൊക്കെയായി വലിയ ഒരു ബന്ധം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്, സൂഫി വര്യന്മാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ രംഗത്ത് ഇസ്ലാമിക സമൂഹം നടത്തുന്ന പല കാര്യങ്ങളും ഹൈന്ദവ സമൂഹത്തിന്റെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഒന്ന് ഞാൻ പറഞ്ഞു, ആത്മാവ് അള്ളാഹു നമുക്ക് നൽകിയ, നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ച അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള മണ്ണിന്റെ ഭാഗമല്ലാത്ത ഒന്നാണ്. നമ്മുടെ ശരീരത്തിലെ ഏതും അത് മണ്ണിന്റെ ഭാഗമാണ്. ഈ മണ്ണിന്റെ ഭാഗമായി തീരുകയും ചെയ്യും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ. മനുഷ്യ ശരീരം മണ്ണിൽ വെക്കുമെന്ന് നമ്മൾ പറയുന്ന വാക്കാണ്. ആത്മാവ് മണ്ണിന്റെ ഭാഗമല്ല. ആത്മാവ് മണ്ണിൽ വെക്കുന്നില്ല. ആത്മാവ് മരണവേളയിൽ പിടിക്കുകയാണ്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം 42-ാമത്തെ വചനത്തിൽ പറയുന്ന ആത്മാവിനെ അള്ളാഹു പൂർണ്ണമായി വീണ്ടെടുക്കുകയാണ്. പടച്ചതമ്പുരാനെ ഏറ്റെടുക്കുകയാണ് ആത്മാവിനെ. ആ ആത്മാവിനെ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു കൊടുക്കും. എന്നാൽ മനുഷ്യന്റെ ശരീരം അപ്പോഴും ഈ ഭൂമിയുടെ ഭാഗമാണ്, മണ്ണിന്റെ ഭാഗമാണ്. അതാണ് 20-ാം അധ്യായം 55-ാമത്തെ വചനത്തിൽ പറയുന്നത്. വല്ലാഹു അംബതകും മിനൽ അർളി നബാത. മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചില്ലേ? 71-ാം അധ്യായം സൂറത്ത് നൂഹിലെ 13 മുതലുള്ള വചനങ്ങളിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് വല്ലാഹു അംബതകും മിനൽ അർളി നബാത, ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചില്ലയോ? അപ്പൊ ഭൂമിയുടെ ഭാഗമായിരുന്നു നമ്മൾ. നമ്മുടെ ഇന്ദ്രിയം പോലും മണ്ണിന്റെ ഭാഗമാണ്.
ആത്മാവ് മണ്ണിന്റെ ഭാഗമല്ല. ആത്മാവിനെ അള്ളാഹു നൽകുകയും ആ ആത്മാവിനെ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, ഏത് നമസ്കാരത്തിലൂടെ, ഏത് ദിക്റിലൂടെ, ഏത് പ്രാർത്ഥനയിലൂടെ, ഏത് സ്വലാത്തിലൂടെ, ഏതേത് കർമ്മങ്ങളിലൂടെയാണ് ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ടത് എന്ന് അള്ളാഹു പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് നമ്മൾ ഒരു കാലഘട്ടത്തിലും മറന്നു പോകാൻ പാടില്ല. മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ ആചാരം അവരുടെ ബുദ്ധിയിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. അമ്പിയാക്കളുടെ ബുദ്ധി പോലും മതത്തിന്റെ കാര്യത്തിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന വസ്തുത അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു പ്രവാചകൻ വരുന്നു, ആ പ്രവാചകൻ ആ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു, സമൂഹത്തിന്റെ സ്പന്ദനം മനസ്സിലാക്കുന്നു, സമൂഹത്തിന്റെ പൾസ് മനസ്സിലാക്കി അവരെ നന്നാക്കാൻ, ഇപ്പൊ യോഗയൊക്കെ പോലെ, ആർട്ട് ഓഫ് ലിവിങ് പോലെ ഒരു പുതിയ രീതി ഉണ്ടാക്കി പ്രവാചകന്മാർ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരാചാരവും ഇസ്ലാമിൽ ഇല്ല എന്ന കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കും. ഒരാചാരവും, അതായത് ഒരു പ്രവാചകന് നല്ലത് എന്ന് തോന്നുന്ന ഒരു കാര്യം, ഒരു പ്രവാചകന് ഒരു നല്ലത് എന്ന് തോന്നുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ദിക്റിനെ സംബന്ധിച്ച് ഇന്ന് ദിക്ർ ഈ സമൂഹത്തെ പഠിപ്പിക്കണം എന്നൊരു പ്രവാചകന് തോന്നുക, എന്നിട്ട് ആ പ്രവാചകൻ അതിന് രൂപകൽപ്പന ചെയ്യാം. അതായത് അതിന് അള്ളാഹുമായി ബന്ധമില്ല, ജിബ്രീലുമായി ബന്ധമില്ല, പ്രവാചകന്റെ ബുദ്ധിയുമായിട്ടാണ് അതിന് ബന്ധം. ആ ഇബാദത്ത്, ആ നിസ്കാരം, ഉദാഹരണം സുബൈ നിസ്കാരം ഒരു പ്രവാചകൻ ഉണ്ടാക്കുകയും ഒരു പ്രവാചകൻ പഠിപ്പിക്കുകയും ഈ നിസ്കാരം തരക്കേടുണ്ടാവില്ല, ഇത് നല്ലതാണ് എന്നൊരു പ്രവാചകൻ പറയേണ്ടി വന്നിട്ടില്ല ഇസ്ലാമിൽ. ഇത് വളരെ പ്രധാനമായ ഒരു പോയിന്റാണ്. ഒരു പ്രവാചകനും ഒരു കാര്യം മതമായി പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല ലോകത്ത് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിലൂടെ ദിവ്യബോധനം നൽകും, അത് മതമായി പ്രവാചകന്മാർ പഠിപ്പിക്കും. അപ്പൊ പിന്നെ പ്രവാചകന്മാരുടെ സ്ഥാനം എന്താണ്? പ്രവാചകന്മാർ അള്ളാഹു തെരഞ്ഞെടുത്തയച്ച മഅ്സൂമീങ്ങളായ, തെറ്റുപറ്റാത്ത അവരിലൂടെയാണ് അള്ളാഹു മതം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവരെ ആ രൂപത്തിൽ അള്ളാഹു പാകപ്പെടുത്തിയെടുക്കുകയാണ്. അവരിലൂടെ ലോകത്തിന് അള്ളാഹു മതം പഠിപ്പിക്കുകയും മനുഷ്യനിൽ സന്നിവേശിപ്പിച്ച ആത്മാവിന്റെ ശുദ്ധീകരണത്തിന് അവൻ തന്നെ പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള ആകത്തുകയുടെ പേരാണ് ദീനുൽ ഇസ്ലാം. ഇത് നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാകും എന്നെനിക്കറിയില്ല. ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ആത്മീയതയെയും ആത്മീയ ചൂഷണത്തെയും നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സജദ 32-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല 9-ാമത്തെ വചനത്തിൽ പറയാം, അല്ലാഹു നിങ്ങളിലേക്ക് സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി, അല്ലാഹുവിൽ നിന്ന് മനുഷ്യനിലേക്ക് പുതിയ ആത്മാവ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ മൊബൈൽ ഉപയോഗിക്കാറുണ്ട്. ആ മൊബൈൽ രൂപകൽപ്പന ചെയ്ത കമ്പനി, വ്യക്തി, അയാൾ പറയും അതിനെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിച്ചാലാണ് അത് മുന്നോട്ട് പോവുക, എങ്ങനെ ഉപയോഗിച്ചാലാണ് അത് ഈട് നിൽക്കുക, എങ്ങനെ ഉപയോഗിച്ചാലാണ് അത് കേടുവരാതെ കൃത്യമായി അതിന്റെ ഒരു കാലയളവിനുള്ളിൽ അത് സുഗമമായി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ഇങ്ങനെ തുടങ്ങി ലോകത്തെ ഏത് കാര്യത്തിലും ഒരു കാറ്റലോഗ് അനുസരിച്ച് നമ്മൾ അതിനെ പ്രവർത്തിപ്പിക്കാറുണ്ട്. ആത്മാവ് മനുഷ്യനുമായി ബന്ധമുള്ള ഒന്നല്ല. ആത്മാവിനെ അള്ളാഹു നൽകിയതാണ്. ആത്മാവിനെ അള്ളാഹു നൽകുകയും ആ ആത്മീയ ശുദ്ധി, ഇത് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്, ആത്മാവിനെ ശുദ്ധീകരിച്ചുവോ അവർ വിജയിച്ചു, ആത്മാവിനെ മലീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടു. ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് ആത്മീയതയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, യസ്അലൂനക, അവർ താങ്കളോട് ചോദിക്കുന്നു. എന്തിനെ കുറിച്ച്? യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 85-ാമത്തെ വചനത്തിൽ പറയുന്നതാണ്, പ്രവാചകരെ, ആത്മാവിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. ആത്മാവ് ആശ്ചര്യമത് വദ്യ തദീ തദൈവ ജാന്യ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 18 അധ്യായമുള്ള ഗീതയിൽ പറയുന്ന ഒരു പ്രധാനമായ കാര്യം, ആശ്ചര്യമത് വദ്യ തദീ തദൈവ ജാന്യ. ആത്മാവിനെ കുറിച്ച് ആശ്ചര്യകരമായി നടത്തിയിട്ടുള്ള, ആത്മാവെന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത്, അർജുന, ചില ആളുകൾ ആത്മാവിനെ കുറിച്ച് അത്ഭുതത്തോടുകൂടി പറയുന്നു, ചില ആളുകൾ ആത്മാവിനെ അത്ഭുതത്തോടുകൂടി കാണുന്നു, ചില ആളുകൾ ആത്മാവിനെ അത്ഭുതത്തോടുകൂടി കേൾക്കുന്നു. അർജുന, അറിയുക, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് സൃഷ്ടിനാഥന്റെ പക്കലുള്ളതാണ്. ഇത് ഭഗവത്ഗീതയിലുള്ള ഒരു വാചകമാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക പ്രവാചക, ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല.
വളരെ കുറഞ്ഞ അറിവ് മാത്രമേ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ 1400 വർഷത്തിന് ശേഷം നടന്നിട്ടുള്ള ആത്മാവുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും പരാജയപ്പെടുകയുണ്ടായത്. കാരണം അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഈജാസും കൂടിയാണ് ഈ വചനം. 17-ാം അധ്യായത്തിലെ 85-ാമത്തെ വചനം ഖുർആൻ ദൈവികമാണ്. കാരണം ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അവർക്കില്ല എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ആത്മാവിനെ കുറിച്ച് കൃത്യമായി ലോകത്ത് പഠിച്ച് അവതരിപ്പിക്കാൻ ഒരു കാലഘട്ടത്തിലും മനുഷ്യന് കഴിയില്ല എന്നറിയുന്ന ഒരാൾക്കല്ലാതെ അത് പറയാൻ കഴിയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആത്മാവിനെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തുന്ന ധൈര്യം ഉണ്ടാവില്ല. കാരണം ആത്മാവിനെ കുറിച്ച് കൃത്യമായ ഒരാൾ അവതരിപ്പിക്കുകയും ലോകത്തിന് ആത്മാവിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംരംഭം ലോകത്ത് വരാനിരിക്കുന്നു എന്ന് അറിയുന്ന ഒരാൾക്ക് അത് പറയാൻ കഴിയില്ല. അങ്ങനെ വരില്ല. ആത്മാവിനെ കുറിച്ച് ഏത് കാലഘട്ടം കഴിഞ്ഞു പോയാലും അതിനെപ്പറ്റി മനുഷ്യകുലത്തിന് കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല എന്നറിയാവുന്ന പരമകാരുണ്യകനായ പടച്ചതമ്പുരാനല്ലാതെ ഈ ആയത്ത് അവതരിപ്പിക്കാൻ കഴിയില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു വശമാണ്. എന്റെ വിഷയം അതിലേക്ക് വരുന്നില്ല. ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ആ ആത്മാവ് അള്ളാഹു സന്നിവേശിപ്പിച്ച നമുക്കറിയാത്ത, നമുക്ക് പിടുത്തമില്ലാത്ത ആ ആത്മാവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ, ആത്മീയതയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നമ്മൾ ആലോചിക്കുക. വിശുദ്ധ ഖുർആൻ വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഖുർആനിലെ 91-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനമാണ്. ആത്മാവിനെ വ്യവസ്ഥപ്പെടുത്തിയ വ്യവസ്ഥയെ കൊണ്ട് സത്യം. എന്നിട്ട് അള്ളാഹു പറയാണ് ആ ആത്മാവിന് ഫുജൂറും നൽകി, തഖ്വയും നൽകി. ആത്മാവിന് ഈ 2 അവസ്ഥാവിശേഷങ്ങളും നൽകി. ഒന്ന് തെമ്മാടിത്തത്തിൻ്റെതായ ഒരവസ്ഥ, തെമ്മാടിത്തത്തിലേക്കുള്ള മാനസികമായ അവസ്ഥ, തെമ്മാടിത്തത്തോട് മനുഷ്യനടങ്ങാത്ത ഒരു അഭിനിവേശം, ഈ ഒരു അവസ്ഥാവിശേഷമുള്ള ഒരവസ്ഥ. അതോടൊപ്പം തഖ്വയുടെ, സൂക്ഷ്മതയുടെ, കർമ്മനിരതമായ പടച്ചതമ്പുരാനിലുള്ള ബോധ്യത്തിന്റെയും ജീവിതത്തെക്കുറിച്ച് കൃത്യമായ പ്ലാനിങ്ങിന്റെയും, എന്റെ ജീവിതം പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും എന്ന അടിസ്ഥാനത്തിൽ സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കാനുമുള്ള ഒരവസ്ഥ. എന്നിട്ട് അള്ളാഹു പറയാൻ 6 ആത്മാവിനെ ശുദ്ധീകരിച്ചുവോ അവർ വിജയിച്ചു, 6 ആത്മാവിനെ മലീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടു. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ്. 6 ആത്മാവിനെ ശുദ്ധീകരിച്ചുവോ അവർ വിജയിച്ചു, 6 ആത്മാവിനെ മലീമസപ്പെടുത്തിയോ അവർ പരാജയപ്പെട്ടു. ഇനി ഈ വാചകത്തിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി നോക്കൂ. ആത്മാവിന്റെ ശുദ്ധീകരണത്തിലൂടെ വിജയം, ആത്മാവിന്റെ മലീമസമായ അവസ്ഥയിലൂടെ പരാജയം. അപ്പൊ ആത്മാവിനെ എങ്ങനെ ശുദ്ധീകരിക്കും? ആരാണ് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്? അതാണ് നമുക്ക് ഈ വിഷയത്തിൽ പഠിക്കാനുള്ള ഇതിന്റെ 2ാമത്തെ ഭാഗം. ആത്മീയത. അയാളൊരു നല്ല ആത്മീയത നിലനിർത്തുന്ന, നല്ല ഒരു ആത്മാവിനെ ശുദ്ധീകരിച്ച ഒരു മനുഷ്യനാകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക എപ്പോഴാണ്? ആത്മാവ് നൽകിയത് പടച്ചതമ്പുരാൻ. ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള വഴി പറഞ്ഞു തരേണ്ടതുമാരാണ്? പടച്ചതമ്പുരാനാണ്. അല്ലേ? ഏതൊരു കാര്യവും അങ്ങനെയാണ്. ഒരു കാര്യം ശുദ്ധീകരിക്കുക. എങ്ങനെ ശുദ്ധീകരിക്കേണ്ടത്? ഒരു വീട് പെയിന്റ് ചെയ്യുക, ഒരു കെട്ടിടം പെയിന്റ് ചെയ്യുക, ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുക. ആത്മാവിനെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക? എന്തിലൂടെയാണ് ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നത്? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആ കാര്യത്തിൽ എന്ത് പറയുന്നു? ഈ പോയിന്റ് മനസ്സിലാക്കിയാൽ ആത്മീയ ചൂഷണം എന്താണെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ആത്മീയ ചൂഷണം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ആത്മീയതയുമായി ബന്ധപ്പെട്ട് ഇസ്ലാം നടത്തിയ ചർച്ച എന്താണ് അത് പഠിക്കുക തന്നെ വേണം. അത് പഠിച്ചാൽ ഒരാൾക്കും ഒരു നിലയിലും നമ്മളെ ചൂഷണം ചെയ്യാൻ കഴിയില്ല. കേരളത്തിൽ മതത്തെ ശരിക്കും നിർവചിച്ചിട്ടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഒരു പെണ്ണിനെയും ഒരു വലിയായി അഭിനയിക്കുന്നവനെ ഗർഭം ധരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞാണ് ആ ഒരു പ്രയോഗം. നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. നേരെ മറിച്ച് ആത്മീയത ശരിക്ക് പഠിക്കാത്ത ഏതൊരാൾക്കും, എത്ര സ്ത്രീകൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് പുരോഹിതന്മാരാൽ, എത്ര ആളുകൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകൾ ചതിക്കപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകളുടെ പോക്കറ്റ് അടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ആത്മീയ ശുദ്ധീകരണവും ആത്മീയമായ വളർച്ചയും എങ്ങനെ ഉണ്ടാകും. ഇപ്പൊ നമസ്കാരത്തെ പറ്റി ഇസ്ലാം മനുഷ്യരോട് സംസാരിച്ചു. നമസ്കാരത്തെ പറ്റി ഇസ്ലാം മനുഷ്യരോട് സംസാരിച്ചപ്പോ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കാരം നികൃഷ്ടമായ നീചമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരെ ശുദ്ധീകരിക്കുന്നു. മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയൊരു ഇബാദത്താണ്
നമസ്കാരം. വിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം 45-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. സകാത്തിനെ കുറിച്ച് പറഞ്ഞിടത്തും ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. വല്ലാത്തൊരു പ്രയോഗമാണത്. 9-ാം അധ്യായം 103-ാമത്തെ വചനമാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അവരിൽ നിന്ന് പാവങ്ങളുടെ അവകാശമായ 2.5% സകാത്ത് സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞ എന്താ? തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അതുകൊണ്ട് അവർക്ക് പ്രോഗ്രസ് ഉണ്ടാക്കാൻ, അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ, അവരുടെ സ്വഭാവത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ, അവരിൽ സംസ്കരണം ഉണ്ടാകാൻ, അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, ഈ 2 പ്രക്രിയയാണ് സകാത്തിലൂടെ നടക്കുന്നത്. എന്തിനാണ് നോമ്പ്? നോമ്പിനെ പറ്റി പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, അവർ മുത്തക്കികളായി തീരാൻ എന്നാണ് പറഞ്ഞു. അപ്പൊ നോമ്പിന് ഒരു റിസൾട്ട് ഉണ്ട്. നോമ്പ് കൊണ്ട് ഒരു റിസൾട്ട് ഉണ്ട്, സകാത്ത് കൊണ്ട് ഒരു റിസൾട്ട് ഉണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട് ഒരു റിസൾട്ട് ഉണ്ട്. ഇസ്ലാം പഠിപ്പിച്ച ഏതൊരു കാര്യത്തിനും ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ഉണ്ടാക്കുകയാണ് ആത്മീയ പുരോഗതിയുടെ ഭാഗമായി ഇസ്ലാം മനുഷ്യൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ശക്തി, ഒരു ആത്മീയതയിൽ ഊട്ടപ്പെട്ട ഒരു ഭരണകൂടം പോലും ഏതായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണകൂടമായിരുന്നു. യഥാർത്ഥത്തിൽ ഭക്തരായ ആളുകളെ കൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത ഒരു രാഷ്ട്രം. എല്ലാ അർത്ഥത്തിലും പള്ളിയിൽ ഇബാദത്ത് ചെയ്യുന്ന, പാതിരാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്ന, ദാനം ചെയ്യുന്ന, സിറം വഅലാനിയ, സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ഒരു വിഭാഗത്തെ രൂപപ്പെടുത്തിയെടുത്തു. കച്ചവടത്തിന്റെ നേരും നിറയും അറിയുന്ന, സംസ്കാരങ്ങളുടെ എല്ലാ വകുപ്പുകളും അറിയുന്ന ഒരു വലിയ സമൂഹത്തെ, ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു സാമ്രാജ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സഹാബികളെ പോലെ ആത്മപരിശുദ്ധി നേടിയ ഒരു ജനപദവും ലോകത്തുണ്ടായിരുന്നില്ല. അവരെന്ത് മാത്രം ദീനിനെ ആചരിച്ചു. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകത. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആത്മീയ ചൂഷണങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവരെയും പ്രവാചകന്മാരെയും നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. അവരെയും സ്വഹാബത്തിനെയും നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. രസകരമാണ് നമ്മുടെ വിഷയം. വളരെ അഗാധമായി ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാമതായി, ആത്മീയ ചൂഷണം ചെയ്യുന്ന ആരും, അത് മനുഷ്യ ദൈവങ്ങളാകട്ടെ, ഔലിയാക്കൾ എന്ന് പറയുന്നവരാകട്ടെ, ബീവിമാരെന്ന് പറയുന്നവരാകട്ടെ, ഇവിടുത്തെ ഏതേതാളുകളാവട്ടെ, അവരൊരിക്കലും ജനങ്ങളുടെ ഭാഗമല്ല. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരൊരിക്കലും ജനങ്ങളുടെ ഭാഗമല്ല. ജനങ്ങളുടെ ഭാഗം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളിൽ ഒരാളായി ജീവിക്കുന്ന ആളുകളല്ല ഇവർ. അമ്പിയാക്കളുടെ ഒരു പ്രത്യേകത, അവർ ജനങ്ങളിൽ ജീവിക്കുന്നു, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അമ്പിയാക്കളുടെ പ്രത്യേകത, അമ്പിയാക്കൾ റോട്ടിലിറങ്ങുന്നു എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, പ്രവാചകന്മാരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്താണ്? ഇത് മാലി ഹാദർ റസൂൽ, അത് അവർ അത്ഭുതത്തോടു കൂടി ചോദിച്ച കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതെന്തൊരു റസൂലാണ്? മാലി ഹാദർ റസൂൽ യഅകുലു തആം വയംശി ഫിൽ അസ്വാഖ്. ഇതെന്തൊരു പ്രവാചകനായി? ഇത് ഭക്ഷണം കഴിക്കുന്നു, സൂക്കിലിറങ്ങി നടക്കുന്നു, അല്ലെ? അത് പ്രവാചകന്മാരെ പറ്റി ഒരു പോരായ്മയായി അക്കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞതാണ്. പൗരോഹിത്യത്തിന്റെ കരാളാസ്തങ്ങളിൽ ജീവിച്ച അക്കാലഘട്ടത്തിലെ അവരുടെ അനുയായികൾ ചോദിച്ച ചോദ്യമാണ് മാലി ഹാദർ റസൂൽ യഅകുലു തആം വയംശി ഫിൽ അസ്വാഖ്. ഇതെന്തൊരു പ്രവാചകന്മാരാണ്? ഇവർ ഭക്ഷണം കഴിക്കുന്നു, ഇവർ റോട്ടിലിറങ്ങുന്നു, സൂക്കിലിറങ്ങുന്നു, യാത്ര ചെയ്യുന്നു, ജനങ്ങളുടെ ഭാഗമായി തീരുന്നു, അധ്വാനിക്കുന്നു, ജോലി ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു. ഇതൊക്കെ അമ്പിയാക്കളുടെ പ്രത്യേകതകളായി. ഇന്ന് ആത്മീയ ചൂഷണം ചെയ്യുന്ന ആരാണ് ഇങ്ങനെ ജീവിക്കുന്നവർ? അത് വളരെ പ്രധാനമായി ശരിക്കും നമ്മൾ പരിശോധിക്കേണ്ട ഒരു മേഖലയാണത്. അമ്പിയാക്കളെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം എന്താണ്? അമ്പിയാക്കൾ ജനങ്ങളിലേക്ക് ഇറങ്ങി. ഔലിയാക്കളും തങ്ങന്മാരും ബീവിമാരും എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ആളുകൾ അവരൊരിക്കലും ജനങ്ങളിൽ ഒരാളല്ല, ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവരല്ല, ജനങ്ങളെ പോലെ നാട്ടിൽ ജീവിക്കുന്നവരല്ല. ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സിമ്പിളായി ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാർക്കറ്റിൽ ഇറങ്ങുന്നു, പാവം പിടിച്ച ഒരു പെണ്ണിന്റെ വിറക് ചുമക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു രംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധുവായ ഒരു സ്ത്രീയുടെ വിറക് കെട്ടി ചുമക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം നമ്മൾ എപ്പോഴും അറിയേണ്ട കാര്യങ്ങളിൽ ഒന്നതാണ്. ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഈ കാലഘട്ടത്തിലെ പൗരോഹിത്യം എന്നും അങ്ങനെയാണ്. പൗരോഹിത്യത്തെയും യഥാർത്ഥ ആത്മീയവാദികളെയും തിരിച്ചറിയാനുള്ള മാനദണ്ഡം തന്നെ എന്താണ്?
പൗരോഹിത്യം ഒരിക്കലും അധ്വാനിക്കൂല എന്നുള്ളതാണ്. പൗരോഹിത്യത്തിന്റെ ഷോൾഡറിൽ നിന്ന് താഴെ വീഴുന്ന തട്ടം പോലും കുനിഞ്ഞെടുക്കുന്ന ഒരു പാരമ്പര്യം അവർക്കുണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന പ്രവാചക തിരുമേനിയുടെ ഷോൾഡറിൽ ഉണ്ടായിരുന്ന തട്ടം താഴെ വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തട്ടം താഴെ വീണു. സഹാബികൾ കുനിഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോൾ പ്രവാചകൻ വിലക്കി. അത് എന്റെ തട്ടമാണ്, അത് ഞാനാണ് എടുക്കേണ്ടത്. പ്രവാചകൻ ഇടപെടുകയാണ്. ഞാൻ പറയുന്നത് ജീവിതത്തിന്റെ ഏത് രംഗത്തും നമുക്കറിയാം, ഉസ്താദുമാരെ വെട്ടിപ്പിടിക്കുക, ഉസ്താദുമാരെ കൂടെ ചെല്ലുക, ഖിദ്മത്ത് എടുക്കുക എന്ന പേരിലാണ് യഥാർത്ഥത്തിൽ ഇത് ആഗ്രഹിക്കുക. ഇങ്ങനെ ഒരു ജനത ഉണ്ടാവണം. ഞങ്ങളെ തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്ന ഓൾ ഇന്ത്യ തക്ബീർ തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞിട്ടൊരു യൂണിയൻ തന്നെ ഉണ്ട് കേരളത്തിലൊക്കെ. അത് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ തക്ബീറിന്റെ ആരവത്തിലും ആ തക്ബീറത്തിന്റെ സ്വരത്തിലും ആ തക്ബീറിന്റെ കൂട്ടായ്മയിലും എല്ലാം മറന്നു ലയിച്ച് ഞങ്ങളൊന്നും തരക്കേടില്ലാത്ത ആളുകളാണ് എന്ന് തോന്നുന്നൊരവസ്ഥാവിശേഷത്തിലേക്ക് പൗരോഹിത്യം ഏതൊരു കാലഘട്ടത്തിലും ആ പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മാനവരാശിയെ മോചിപ്പിക്കാനാണ് അള്ളാഹു പ്രവാചക തിരുമേനിയെ നിയോഗിച്ചിട്ടുള്ളത് എന്ന വസ്തുത ഗൗരവമായ പഠനത്തിന് വിധേയമാകേണ്ടതാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സമീപിക്കുമ്പോൾ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്റെ മുമ്പ് കഴിഞ്ഞു പോയ സകല അമ്പിയാക്കളും ആടിനെ മേച്ചവരാണ്. ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രയോഗമാണ്. എന്റെ മുമ്പ് കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരും ആടിനെ മേച്ചിട്ടുള്ള ആളുകളാണ്. ഖുറൈശികളുടെ ആടിനെ കൂലിക്ക് ഞാനും മേച്ചിട്ടുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആടിനെ മേച്ച് നടന്ന് കൂലി വാങ്ങിയ പ്രവാചകനെയാണ് അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത്. ആളുകളുടെ ഒരു അഭിപ്രായം തന്നെ എന്താ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ക്ലിപ്പിങ്ങിന്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊക്കെ പല ക്ലിപ്പിങ്ങുകളും കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് പറയുന്നത് എന്താണ്? പാറക്കോറി പണിയെടുക്കുന്ന ആള് മതം പറയേണ്ടതില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടുമായി എന്താണ് ബന്ധം? അധ്വാനിക്കുന്ന ഒരാള്, മരത്തിൽ കയറുന്ന ഒരാള്, തെങ്ങ് കയറുന്ന ഒരാള്, പാടത്ത് പണിയെടുക്കുന്ന ഒരാള്, അല്ലെങ്കിൽ കോറിയിൽ പണിയെടുക്കുന്ന ഒരാള്, മാർക്കറ്റിൽ മത്സ്യം വെക്കുന്ന ഒരാള് മതം പറയാൻ പാടില്ല എന്ന് ഏതാ പ്രമാണം? ഏതാ പ്രമാണം? നിങ്ങൾ ചോദിക്ക്. അല്ല ഉസ്താദെ, മാർക്കറ്റ് പണിയെടുക്കുന്ന ഒരാൾക്ക് മതം പറയാൻ പാടില്ല എന്നത് ഏത് ഹദീസിലാ, ഏത് ആയത്തിലാ? അധ്വാനിക്കുന്നവന് മതം പറയാൻ പാടില്ല എന്ന് ഏത് ഹദീസിലാ? ആ വക ചോദ്യങ്ങളൊന്നുമില്ല. ജനങ്ങളെ പൊട്ടീസാക്കാൻ പറയണെന്താ? അയാൾ പാടത്ത് പണിയെടുക്കുന്ന ആളാ, അയാൾക്ക് പാടത്ത് പണിയെടുത്താ പോരെ, അയാൾ എന്തിനാണ് അധ്വാനിക്കുന്നത് എന്ന്. പണ്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് അന്നത്തെ പൗരോഹിത്യം ചോദിച്ചൊരു ചോദ്യം, അല്ലെങ്കിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബുമായി നടന്ന ചർച്ചയിൽ അദ്ദേഹം പ്രഭാഷണം നടത്തിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പണ്ഡിതന്മാർ ചെയ്യുന്ന പണി ഡോക്ടർമാർ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ ഉസ്മാൻ സാഹിബ് തിരിച്ചു പറഞ്ഞത്, ഞങ്ങൾ ചെയ്യുന്ന പണി നിങ്ങളും എടുക്കേണ്ടതില്ല, ഞങ്ങൾ ഡോക്ടർമാരായിട്ട് ചികിത്സിക്കേണ്ടത് ഞങ്ങളാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ പറഞ്ഞ ആത്മീയ ചൂഷണം ആ പണി നിങ്ങൾ എടുക്കണ്ട എന്ന് തിരിച്ചു പറയുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമ്പിയാക്കൾ ആരാ? അമ്പിയാക്കളിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി. ആശ്ചര്യമായി ഞാൻ നിങ്ങളോട് പറയാം, ഒരു പച്ച പുതപ്പും പൊതിച്ച് ഒരു തങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പർണശാല കെട്ടി അങ്ങോട്ട് ആളുകൾ പോവുക, അവിടെ ക്യൂ നിൽക്കുക, വാഹനങ്ങളുടെ അകമ്പടി ഉണ്ടാകുക, വെഞ്ചാമരങ്ങൾ വീശുക. അവര് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളുടെ പ്രയാസങ്ങളിൽ പങ്കുകൊണ്ട് ജനങ്ങളുടെ സുഖക്ഷേമങ്ങൾ അന്വേഷിച്ച് ഇങ്ങനൊരു അവസ്ഥാവിശേഷം അവർക്കുണ്ടോ? ഇല്ല. മുക്കത്തെ തങ്ങളെ മുക്കത്ത് തന്നെ ഉണ്ടാവും. അയാൾ ജനങ്ങളിലേക്ക് വരുമോ? ഇല്ല. ഏതെങ്കിലും ഒരു വലിയ ജനങ്ങളുടെ ഭാഗമായി തീരോ? ഏതെങ്കിലും ഒരു വലിയനെ അങ്ങാടിയിൽ അധ്വാനിക്കുന്നത് നമ്മൾ കാണോ? ഒരു റാളി വലിച്ചു കൊണ്ടുപോകുന്നത് കാണോ? ഒരു വണ്ടി ഓടിച്ചു പോകുന്നത് കാണോ? ഒരു ചുമടെടുക്കുന്നതായിട്ട് കാണോ? ഇതെല്ലാം പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. പ്രവാചകന്മാരുടെ ജീവിതം ജനങ്ങളെ പോലെ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു. ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് അന്ന് പിറ്റേന്ന് തന്നെ ഖിലാഫത്ത് ഏറ്റെടുത്ത അതിന്റെ പിറ്റേന്ന് തന്നെ രാവിലെ ഒരു വലിയ ബാണ്ടക്കെട്ട് തുണിക്കെട്ട് ഷോൾഡറിലിട്ടിട്ട് അദ്ദേഹം മാർക്കറ്റിലേക്ക് പോവുകയാണ്. ആളുകൾ ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്, അങ്ങ് എങ്ങോട്ടാണ്? അദ്ദേഹത്തിന്റെ മറുപടി തന്നെ ഇതാണ്, എന്റെ കുട്ടികളെ പോറ്റാൻ അങ്ങാടിയിലേക്ക് ജോലിക്ക് പോവുക. ജൗളിക്കട നടത്തിയിരുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ടെക്സ്റ്റൈൽസ് ഉടമ, ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ തുണിക്കച്ചവടക്കാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഒരു ഭരണാധികാരി ആയിട്ട് പോലും അദ്ദേഹം കുടുംബത്തിന് നിലനിൽക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒന്നാമത്തെ ആളാണ്. ജൗളിക്കട നടത്തിയിട്ടുള്ള ആളാണ്. അധ്വാനിച്ചിട്ടുള്ളവരാണ്. പ്രവാചകന്മാർ അധ്വാനിച്ചിട്ടുള്ളവരാണ് അല്ലേ? ആശാരി പണിയെടുത്ത പ്രവാചകന്മാർ, അതുപോലെ തന്നെ കൊല്ലന്റെ പണി ചെയ്തിരുന്ന പ്രവാചകന്മാർ, അധ്വാനം ചെയ്തിരുന്ന പ്രവാചകന്മാർ,
28-ാം അധ്യായം സൂറത്ത് ഖസസിലെ 27-ാമത്തെ വചനത്തിൽ ശുഐബ് നബി മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നത് തന്നെ, എന്റെ 2 പെൺകുട്ടികളിൽ ഒരാളെ അഥവാ സഫൂരിയെ മൂസാ നബി അലൈഹി ഇസ്ലാം വിവാഹം കഴിച്ചു. 8 കൊല്ലമോ സ്വമേധയ 10 കൊല്ലമോ ആടിനെ മേച്ചിട്ട്, ആടിനെ മേക്കുക, ഒരു പ്രവാചകനാകാൻ പോകുന്ന ഒരു വ്യക്തി ആടിനെ മേക്കുക 10 കൊല്ലം ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ, എന്നിട്ടാണ് അദ്ദേഹത്തിന് മകളെ കല്യാണം കഴിക്കുന്നത്. ഇതാണ് പ്രവാചകന്മാർ. വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബി അംരിനാ വഔഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്ത് അംബിയ 73-ാമത്തെ വചനം. ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബി അംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം നാം പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. ആ പ്രവാചകന്മാർ അവർ നിങ്ങളുടെ റോൾ മോഡൽസുകളാണ്, അവരാണ് നിങ്ങളുടെ മാതൃകകൾ. അവരെ അനുധാവനം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. മാത്രമല്ല അള്ളാഹു പറയാൻ, അവരെ അനുധാവനം ചെയ്യാൻ പറയാൻ ഒരു പ്രത്യേക കാരണവും കൂടി അള്ളാഹുടെ പറഞ്ഞു. വഔഹാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്, എന്തൊക്കെയാണ് പുണ്യകരമായ കാര്യം അത് നാം അവർക്ക് വഹീ നൽകി, ദിവ്യബോധനമായി നൽകി. ഈ ഒരു പോയിന്റ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ മറക്കാൻ പാടില്ല. അമ്പിയാക്കൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും അമ്പിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. അള്ളാഹു വഹീ നൽകിയിട്ട് ആ വഹീന്റെ അടിസ്ഥാനത്തിൽ ഇന്നത് പറഞ്ഞോളൂ, ഇന്നത് പഠിപ്പിച്ചോളൂ, ഇന്നത് ചെല്ലിക്കോളൂ, ഇന്ന സ്വലാത്ത്, ഇന്ന ദിക്ർ, ഇന്ന ദുആ, ഇന്ന ഇബാദത്ത്, ഇന്ന രൂപം, അതിനെന്ന കൈഫിയത്ത്, ഇതെല്ലാം പ്രവാചക തിരുമേനിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇത് മറന്നുപോയതാണ് ലോക മുസ്ലിമീങ്ങളുടെ ആത്മീയ രംഗത്തെ ചൂഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അള്ളാഹു ദിവ്യബോധന നൽകുകയാണ്. ഏതൊക്കെയാണ് പുണ്യകരമായ കാര്യം, പുണ്യകരമായ കാര്യം ഏതൊക്കെയെന്ന് പഠിപ്പിക്കല്ല, അതിന്റെ രൂപം, അതിന്റെ കൈഫിയത്ത്, ഇത് അത്ഭുതത്തോടു കൂടി കാണാൻ കഴിയും. സൂറത്ത് ബഖറയിലെ 128-ാമത്തെ വചനത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥന അത്ഭുതത്തോടു കൂടിയാണ് ഞാനും നിങ്ങളും വായിച്ചു തീർക്കേണ്ടത്. എന്താ അത്? ഇബ്രാഹിം നബി ആരാ? ഖലീലുള്ള, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മില്ലത്ത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല 22-ാം അധ്യായം 78-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 130-ൽ വമയ്യറഅബു അൻ മില്ലത്തി ഇബ്രാഹിം, അവിടെയും പറഞ്ഞ അതാണ്. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിക്കാനും അതിനെതിരാകാതിരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. ഇതേ ഖുർആനിൽ തന്നെ ഖദ് കാനതു ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ, ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടായിട്ടുണ്ട്. 60-ാം അധ്യായം സൂറത്ത് മുംതഹന 4-ാമത്തെ വചനം. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇത്രയൊക്കെ ശ്രേഷ്ഠതയുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന. ഞാൻ ഇവിടെ ഇരിക്കുന്ന വ്യത്യസ്ത ചിന്തകളുള്ള യുവാക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, ഇബ്രാഹിം നബി അള്ളാഹിനോട് പറയാൻ, റബ്ബന വജഅൽന മുസ്ലിമീന ലക വമിൻ ദുർരിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക വഅരിന, അടിവരയിട്ടോളൂ, വഅരിന മനാസികന. അല്ലാഹുവേ, പ്രാർത്ഥനയുടെ എല്ലാ ഭാഗവും ഞാൻ പറയണില്ല. വഅരിന മനാസികന, അല്ലാഹ് നിന്നെ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, ആരാധിക്കേണ്ടത്, അതിന്റെ കൈഫിയത്ത് നീ പഠിപ്പിച്ചു തരണം. നോക്കണേ, ഇബ്രാഹിം നബി സ്വന്തമായിട്ടൊരു കൈഫിയത്ത് ഉണ്ടാക്കില്ല, അള്ളാഹിനെ ആരാധിക്കുന്നതിനൊരു രൂപം, മറിച്ച് അള്ളാഹിനോട് ആവശ്യപ്പെടാൻ, അള്ളാഹുവേ നിന്നെ മാത്രം ആരാധിക്കണം. അത് ഇബ്രാഹിം നബിക്ക് അറിയാം, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ആരാധനയുടെ രൂപം, കൈഫിയത്ത്, അത് അള്ളാഹിനോട് ആവശ്യപ്പെടാൻ. പടച്ചവനെ, നിന്നെ ആരാധിക്കേണ്ടതിന് രൂപം പഠിപ്പിക്കാൻ അവകാശം നിനക്കാണ്. ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. സൂറത്തെ അദ്ദാരിയാത്ത് 51-ാം അധ്യായം 56, 57 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല നമ്മെ ആരാധിക്കാനല്ലാതെ. അപ്പൊ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അതിനാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. എങ്കിൽ ആ ആരാധനയുടെ രൂപം എന്താ? അതാരാ പഠിപ്പിക്കേണ്ടത്? അത് അള്ളാഹ് പഠിപ്പിക്കണം. അള്ളാഹ് ആരിലൂടെയാണ് പഠിപ്പിക്കുന്നത്? പ്രവാചകന്മാരിലൂടെ. ആ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടതിനെ ഒരു ഇഞ്ച് കൂട്ടാതെ കുറയ്ക്കാതെ, ഒരു സൂചിപ്പൊട്ട് കൂട്ടാതെ കുറയ്ക്കാതെ, പലപ്പോഴും നമുക്ക് തോന്നൽ എന്താ, റസൂല് പഠിപ്പിച്ച ഒരു ദിക്ർ കേട്ട ഇതാപ്പത്, ഇത്രേ ഉള്ളൂ. അതുവരെ ചെയ്തിരുന്ന വലിയൊരു സലാത്ത്,
ആ സലാത്തിന്റെ അടുത്ത് ഇബ്രാഹിമിയ സലാത്ത് കൊണ്ടുപോയി വെച്ചാലോ? ഇത്രയേ ഉള്ളൂ. അല്ല പഠിപ്പിച്ചതിനെ കുറിച്ച് മനുഷ്യന്റെ മനസ്സ് തോന്നാൻ, പൗരോഹിത്യം ഉണ്ടാക്കിയതിനെ കുറിച്ചോ ഭയങ്കരമായ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുക. അത് ഇതിന് മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഒരു ഔലിയന്റെ പേര് തന്നെ കേരളത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു 1.5 മീറ്റർ നീളം ഉണ്ടാവും ഒരു പേരിന് തന്നെ. ഹാജാ മൊഹീദ്ദീൻ ജിസ്സിയിൽ അജ്മീരിയിൽ എന്നൊക്കെ അടുക്കെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും ഒരു വലിയൊരു സംഗതിയാണ്. നേരെ മറിച്ച് അള്ളാഹു മൂസാ നബി, ഖലാസ്, ഈസാ നബി, ദാവൂദ് നബി, 3 അക്ഷരം 2.5 അക്ഷരം 4 അക്ഷരം അതൊന്നും കേട്ടെ നമ്മൾ ഇന്നത്തെ മുസ്ലിങ്ങൾക്ക് ഇതെന്തടാ. മറ്റേതിപ്പോ ഒരു വലിയ അജ്മീർ നാഗൂറിലൊക്കെ ചെന്ന് നിന്നിട്ടൊരു ഷെയ്ഖിന്റെ പേര് മഗ്‌രിബിന് തുടങ്ങിയ വായനയാ സുബൈക്ക് അവസാനിച്ചിട്ടുണ്ടാവില്ല. അല്ലെ, അങ്ങനെ എഴുതിയാല് വലിയ സംഭവമാകുന്നാണ് പൊതുവെ മനുഷ്യരുടെ ഒക്കെ ഒരു ധാരണ. നേരെ മറിച്ച് വളരെ സിമ്പിളായ ഇസ്ലാമിന്റെ ഒരു കാര്യം തന്നെ അത്ഭുതകരമായ കാര്യമാണ്. ഏതേത് കാര്യം നിങ്ങൾ എടുത്തു നോക്ക്, പ്രവാചകന്മാരുടെ കാര്യം നിങ്ങൾ നോക്ക്, എല്ലാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരാൾ കുളിക്കാതെ, നിസ്കരിക്കാതെ, നോമ്പ് നോൽക്കാതെ ഒരു പച്ച പുതപ്പൊക്കെ പൊറിച്ച് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു പോസ്റ്റിന്റെ അടുത്ത്, ചങ്ങനാശ്ശേരിയില് ഈരാറ്റുപേട്ടയിൽ ജോലി ചെയ്ത കാലത്ത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ്. ചങ്ങനാശ്ശേരി പള്ളിയുടെ ആ ഗേറ്റിലേക്ക് കടക്കുന്നിടത്ത് ഒരു പോസ്റ്റിന്റെ ചുട്ടിൽ ഒരു ഔലി എങ്ങനെ ഇരിക്കും. അയാൾ ഔലിയാണ്. ആ നാട്ടിൽ എല്ലാവരും ഭയങ്കരമായി റെസ്പെക്ട് ചെയ്യുന്നത്. എല്ലാവരും നിസ്കരിക്കാൻ പോകുമ്പോൾ മൂപ്പര് ചമ്രം പടിഞ്ഞാട് ഇങ്ങനെ ഇരിക്കും. എല്ലാവരും ലോറിസ്കരിച്ചു വരും, അപ്പോഴും മൂപ്പർ അവിടെ ഇരിക്കുന്നുണ്ടാവും. അസുരസ്കരിച്ചു വരും, അവിടെ ഇരിക്കുന്നുണ്ടാവും. മൂപ്പരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അധികം സംസാരിക്കില്ല. ഒരേ ഒരു കാര്യം ഇടക്ക് ഇങ്ങനെ ചെയ്യും. ആ പോസ്റ്റിന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കും, നേരെ എന്നിട്ട് പറയും വഅലൈക്കും അസ്സലാം. ആളുകൾ പറയും മലക്ക് സലാം പറഞ്ഞതാണ്. മലക്ക് സലാം പറഞ്ഞല്ല, തലക്ക് സ്ഥിരല്ലാത്തതാണെന്ന് നമുക്ക് പറയാനുള്ളത്. മലക്ക് സലാം പറഞ്ഞല്ല, തലക്ക് സ്ഥിരല്ലായിട്ടാണ്. നോക്കൂ, വേറെ അയാൾ നിസ്കരിക്കണില്ല, ജനങ്ങളെ അയാൾ നിസ്കരിച്ച് കണ്ടിട്ടില്ല. അസറ അയാൾ നിസ്കരിക്ക, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത എന്ന ആയത്ത് ഈ സമൂഹത്തിന് ബാധകമല്ല. സത്യവിശ്വാസിക്ക് നിർബന്ധമായ സമയം കൃത്യമാക്കപ്പെട്ടിട്ടുള്ള ഒരു ഇബാദത്താണ് നിസ്കാരം. അപ്പൊ ആരാ ഔലിയ? അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അല്ലേ, സൂറത്തെ യൂനിസ് 10-ാം അധ്യായം 62, 61, 62, 63 വചനങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ. നിങ്ങൾ അറിയണം, അറബിയിൽ ഉപയോഗിച്ചാൽ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ഒരു പ്രത്യേക ശ്രദ്ധ അല്ല ക്ഷണിക്കുകയാണ്. കാരണം പടച്ചോനറിയാം ലോകത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് ഔലിയാക്കളുടെ പേരിലായിരിക്കും. അതുകൊണ്ട് അല്ല പറയാൻ ബി കെയർഫുൾ, ശ്രദ്ധിക്കണം. ഇന്ന ഔലിയ അല്ലാഹി, അള്ളാന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ജനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയ ആരാണ്? അല്ല പരിചയപ്പെടുത്തിയ ഔലിയ ആരാണ്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. അറിയുക, അല്ലാഹ് പറയുകയാണ് ഇന്ന ഔലിയ അല്ലാഹ്, തീർച്ചയായും അള്ളാന്റെ ഔലിയാക്കൾ ആരാ? അവർ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ ഭയപ്പെടേണ്ടി വരില്ല. കാരണം അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, തീർച്ചയായും അവർ മുത്തക്കികളാണ്, സൂക്ഷ്മത പുലർത്തുന്നവരാണ്. നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അനുയായിയായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ചോദ്യം തന്നെ എന്താ? അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ അഅമാലു അഹബ്ബു ഇലല്ലാഹി തആല, പടച്ചോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ഏതാണ്? ആ ചോദ്യത്തിന് റസൂലുള്ളാഹിന്റെ മറുപടി അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ വക്തിന് നിർവഹിക്കലാണ്. നമസ്കാരം പിന്തിച്ച് പിന്നീട് നിസ്കരിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലെ കടുത്ത മുനാഫിക്കുകളായിരുന്നു എന്നാണ് സഹാബത്ത് അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത്. ഇതാണ് ശറഇന്റെ വിധി, ഇതാണ്. പക്ഷെ ഇവര് പറയുന്നതെന്നറിയോ? CM വലിയുള്ളാഹിനെ പറ്റി പറഞ്ഞെടുത്തവർ പറഞ്ഞത് ശറഇന്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് CM വലിയുള്ളാഹിയെ വിലയിരുത്തുമ്പോ നിങ്ങൾക്ക് തോന്നും ഇയാൾ ഒരു കാഫിറാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങൾ മുഴുവനും കുഫ്റാണ്. അതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ സമസ്തയുടെ പുസ്തകത്തിൽ പോലും പറയുന്നത് ശറഇന്റെ പരിധിയിൽ നിന്ന് നിങ്ങൾ CM വലിയുള്ളാഹിനെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അയാൾ ഇസ്ലാമിലല്ല എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതിന്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കരുത്. ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് അയാളെ നിങ്ങൾ അളക്കരുത്. നിങ്ങൾ ആലോചിക്കണം. പച്ച മലയാളത്തിൽ എഴുതുകയാണ് ഒരു വലിയനെ CM വലിയുള്ള എന്നാ പറയുന്നത്. അള്ളാന്റെ വലി, അല്ല പറഞ്ഞോ അയാൾ അള്ളാന്റെ വലിയ? ഇല്ല. റസൂല് വഹയിലൂടെ പഠിപ്പിച്ചോ അയാൾ അള്ളാന്റെ വലിയ? സാധാരണഗതിയിൽ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, അബൂബക്കർ സിദ്ദീഖ് ഔലിയ, ഉമർ ഔലിയ, ഉസ്മാൻ ഔലിയ, അങ്ങനെ പറയാറുണ്ടോ നമ്മൾ സാധാരണ? ഉണ്ടോ? ഏതെങ്കിലും ഒരു സഹാബത്തിനെ നമ്മൾ ആ ഒരു കൺസെപ്റ്റോട് ഒരു കാണുന്നുണ്ടോ? എങ്ങനെ ഔലിയാക്കളാണ് എന്നുള്ള കൺസെപ്റ്റ് അല്ലേ ഞാൻ പറയുന്നത്. അവർ ഔലിയാക്കളാണ്.
അള്ളാന്റെ ഏറ്റവും വലിയ ഔലിയാക്കൾ അവരാണ്, യാതൊരു സംശയക്കാര്യത്തിലില്ല. പക്ഷേ അവരെങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറി തിരിച്ച് അവരൊരു പ്രത്യേക സമൂഹത്തിൽ നിന്നും മാറി വേറിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് അധികം സംസാരിക്കാതെ, ആളുകളുമായി ബന്ധപ്പെടാതെ, അങ്ങാടിയിൽ ഇറങ്ങാതെ, ജോലി ചെയ്യാതെ അങ്ങനെ മാറി നിന്നിട്ടുള്ള ഒരു സമൂഹമായി അവരെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സമൂഹം അവിടെ വളരുന്നുണ്ട്. അവിടെയാണ് ആത്മീയത എന്ന് പറയുന്നതും അത് ചൂഷണ വിധേയമായി തീരുന്നതും അവിടെയാണ്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയ അദ്ദേഹത്തിന് ഹിറാ ഗുഹയിൽ നിന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഖുർആനിലെ 96-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ്. ഈ വചനം ഇറങ്ങിയതിനു ശേഷം പ്രവാചകൻ ചെയ്ത പണി നമുക്കൊക്കെ അറിയാം, പുതപ്പിട്ട് മൂടിക്കിടന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാം ആധുനിക ലോകത്തെ മുസ്ലിങ്ങൾ അവതരിപ്പിക്കുന്ന സൂഫി ചിന്തകളൊക്കെയുള്ള ഈ സമൂഹത്തിൽ, മുസ്ലിം സമുദായത്തിൽ അവരവതരിപ്പിക്കുന്ന ഒരു വലിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ ഒരു പുതപ്പൊക്കെ മൂടി, ജമ്മിലൂനി യാ ഖദീജ, ഖദീജ നീ എന്നെ പുതപ്പിട്ട് മൂടിത്ത, അങ്ങനെ പുതപ്പൊക്കെ മൂടി. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. നോക്ക്, പ്രവാചക എഴുന്നേൽക്ക്, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്ക്, എന്നിട്ട് ജനങ്ങളിലേക്ക് ചെല്ല്, എന്നിട്ട് നിന്റെ നാഥനെ വാഴ്ത്ത്, ജനങ്ങൾക്ക് നിന്റെ നാഥനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. നേരെ മറിച്ച് ഇന്നത്തെ ഒരു കൺസെപ്റ്റിൽ എന്താ പറയേണ്ടത്? കറുത്ത പുതപ്പ് മാറ്റി ഒരു പച്ച പുതപ്പും ധരിച്ച് പുരയിലിരുന്നോ, വലിയായിട്ടുണ്ട്, തങ്ങളായിട്ടുണ്ട്, പ്രവാചകനായിട്ടുണ്ട്, ആളുകൾ തേടി ഇങ്ങോട്ട് വന്നോളും എന്നല്ല. പുതപ്പ് വലിച്ചെറിയാനാ പറയണേ. പുതപ്പ് ഉപേക്ഷിച്ച് നേരെ മറിച്ച് നമ്മുടെ നാട്ടിലോ ഒരു പച്ച പുതപ്പും വെച്ച് മൂപ്പരൊരു മൂലയിലിരിക്കും, ജനങ്ങൾ അങ്ങോട്ട് ചെല്ലും, മൂപ്പരിങ്ങനെ മൂടിക്കേക്കും, സംസാരിക്കുന്നില്ല, എന്തെങ്കിലും ഒരു കുറിപ്പ് കൊടുക്കും. ആളുകളുടെ വിചാരം എന്തായിരിക്കും? ഇതെന്തോ ഒരു വലിയ സംഭവം തന്നെയാണ്. എല്ലാവരുടെ തെറ്റിദ്ധാരണ അങ്ങനെയാണ്. അതൊരു വലിയ, അവിടെ ഒരു പച്ച, അവിടെ ഒരു പ്രത്യേക ലൈറ്റ്, അവിടെ ഒരു പ്രത്യേക കുന്തിരിക്കും കത്തിരിക്കും. ഇതിന്റെ എല്ലാം ഉള്ളിൽ മനുഷ്യന്റെ ബ്രെയിൻ എന്ത് ഒരു തരം മയക്കത്തിലായിരിക്കും. മനുഷ്യന്റെ ബ്രെയിൻ തന്നെ ഇങ്ങനത്തെ സ്ഥലത്ത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിരിക്കും. പിന്നെ അവിടുന്ന് പറയുന്നൊക്കെ എന്നിങ്ങനെ മൂളിക്കേൾക്കാണ് സാധാരണഗതിയിൽ ആളുകൾ ചെയ്യാറുള്ളത്. നേരെ മറിച്ച് പ്രവാചകന്മാർ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിട്ടേ ഇല്ല. പ്രവാചകന്മാരെന്താണ്? റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞു, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചക എഴുന്നേൽക്കും, എഴുന്നേറ്റ് ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങാൻ. നിങ്ങൾക്കറിയാം, സഫാ മർവ കുന്നിൽ ചെന്നാൽ സഫാ കുന്നിന്റെ താഴ്വരയിൽ ആ ജനങ്ങളെ മുഴുവനും വിളിച്ചു വരുത്തി പ്രവാചകൻ അവരിലേക്ക് ഇറങ്ങുകയാണ്. ഒരു പ്രബോധകനായി പ്രവാചക തിരുമേനി ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നിട്ട് അവരോട് വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തിലെ രക്ഷാശിക്ഷകളെ കുറിച്ച് സംസാരിക്കുകയാണ്. അല്ലദീന യത്തബിയൂന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാ വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയളവു അൻഹും മിസ്റഹും വൽ അഗ്ലാലല്ലതി കാനത് അലൈഹിം. വല്ലാത്തൊരു പ്രയോഗമാണത്. നോക്കേ, തൗറാത്തിലും ഇൻജീലിലും പേര് പറയപ്പെട്ട പ്രവാചകൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി തെരഞ്ഞെടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങാൻ സാധാരണ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നവരുടെ പ്രത്യേകത സമൂഹം അവരെ തേടി അങ്ങോട്ട് പോവുകയാണ്. ഈ രണ്ട് വ്യത്യാസം. ഒന്ന്, പ്രവാചകന്മാർ ജനങ്ങളിലേക്ക് അവരെ തേടി ചെല്ലുകയാണ്. പ്രവാചകന്മാർ മുഴുവനും അങ്ങനെയായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. ജനങ്ങൾ അവരെ ആശ്രയിച്ച് അങ്ങോട്ട് തേടി പോവുകയാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ ഈ വിഷയവും പൂർണ്ണമാവും. ഇവിടെ നിങ്ങൾ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ലോകത്തെവിടെയും പുട്ടപ്പർത്തിയിലേക്ക് ജനങ്ങൾ പോവും, രവിശങ്കറിനെ തേടി ആളുകൾ പോവും, അതുപോലെ അമ്മയെ തേടി ജനങ്ങൾ പോവും, മുക്കത്തെ വൗലിയയിലേക്ക് ആളുകൾ തേടി പോവും, CM വലിയുള്ളാഹിനെ തേടി ആളുകൾ പോവും. അമ്പിയാക്കളുടെ ചരിത്രം അങ്ങനെയല്ല. അമ്പിയാക്കൾ ഉക്കാലയിൽ, ദുൽമജാസിൽ, മജന്നായിൽ, പ്രവാചക തിരുമേനി, ഉത്സവചന്തയിൽ, അങ്ങനെയുള്ള ഒരു ജീവിതത്തെ നിങ്ങളൊന്ന് ദർശിച്ചു നോക്കൂ. ഈ ഉക്കാല, ദുൽമജാസ്, മജന്ന എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്ര ഉത്സവ ചന്തകളാണ്. ക്ഷേത്ര ഉത്സവം നടക്കുന്ന ഉത്സവ ചന്തകളാണ്. അവിടെ ചെന്നിട്ടാണ് റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അവിടെ വന്നിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ഇവിടെ ഇതിന്റെ രണ്ടാമത്തെ വശം എന്താണെന്ന് ചോദിച്ചാൽ, പൗരോഹിത്യം ഒരിക്കലും ജനങ്ങളിൽ നിന്ന് പീഡനമേറ്റു വാങ്ങൂല എന്നുള്ളതാണ്. പൗരോഹിത്യം ഒരിക്കലും ജനങ്ങളിൽ നിന്ന് ക്ഷീണം തട്ടുന്ന ഒന്നിനും വിധേയമാവില്ല എന്നുള്ളതാണ്.
ഇസ്ലാം ഏത്, ഇസ്ലാം അല്ലാത്ത പൗരോഹിത്യം ഏത് എന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനമായ മാനദണ്ഡം ഒന്നിതാണ്. ഇത് വളരെ പ്രധാനമായി പഠിക്കേണ്ട ഒരു കാര്യവുമാണ്. അമ്പിയാക്കൾക്ക് കല്ലേറ് കിട്ടി, അമ്പിയാക്കൾക്ക് കൂക്കുവിളികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു, അമ്പിയാക്കൾ കൊല്ലപ്പെട്ടു. യഹിയാ നബിയെ കുറിച്ച് വേദഗ്രന്ഥം പറയുന്നത് ഒരൊറ്റ പ്രാവശ്യമാണ് അദ്ദേഹം തൗഹീദ് പറഞ്ഞതെന്നാണ്. റോട്ടിലിറങ്ങി തൗഹീദ് പറഞ്ഞ അന്ന് തന്നെ കൊല്ലപ്പെട്ടു. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ തല ഛേദിക്കപ്പെട്ടു. സക്കരിയ നബി കൊല്ലപ്പെട്ടു. അമ്പിയാക്കൾ ഒരുപാട് കൊല്ലപ്പെട്ടു. ഞാൻ പറയുന്നത് അമ്പിയാക്കൾ എന്തുകൊണ്ട് കൊല്ലപ്പെട്ടു, എന്തുകൊണ്ട് അവർ കല്ലെറിയപ്പെട്ടു? കേരളത്തിലെ പൗരോഹിത്യം, ഇപ്പൊ നമ്മള് ആത്മീയ ചൂഷണം എന്നൊരു വിഷയം നമ്മളിപ്പോ തിരഞ്ഞെടുക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവരും അത് മനസ്സിലാക്കിയാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടുതൽ കേന്ദ്രീകരിച്ച് സംസാരിക്കുന്നില്ല. മറിച്ച് ഇതിന്റെ ഒരു ഇസ്ലാമിക വീക്ഷണം അവതരിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇന്ന്. കാരണം നിങ്ങൾ നോക്കേ, അമ്പിയാക്കൾ കല്ലെറിയപ്പെട്ടു, കൂക്ക് വിളിക്കപ്പെട്ടു, ജനിച്ച നാട്ടിൽ നിന്ന് നാട് വിട്ടു പോകേണ്ടി വന്നു, ജനങ്ങൾ അവരെ കൂക്ക് വിളിച്ചു, അവരെ കല്ലെറിഞ്ഞു. ഇങ്ങനൊരവസ്ഥാവിശേഷം കേരളത്തിലെ പൗരോഹിത്യത്തിനുണ്ടോ? കേരളത്തിലെ പൗരോഹിത്യത്തിന് ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടോ? കല്ലേറ് കൊള്ളുന്നവർ കേരളത്തിൽ ആരാ? കൂക്കുവിളികൾ കിട്ടുന്നത് കേരളത്തിൽ ആരാ? വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം 26-ലെ ഒരായത്താണ്. ആയത്തോതുമ്പോ കൂക്കിക്കോളി, ബഹളം ഉണ്ടാക്കിക്കോളി, നിങ്ങൾക്ക് ജയിക്കാം എന്ന് കാഫിറുകൾ പറഞ്ഞു. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും സത്യനിഷേധികളിൽ നിന്ന് അനുഭവിച്ച ഒരു കാര്യമായി പറയും. എന്താ പറയുന്നത്? അതായത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നിടത്ത് കൂക്കിക്കോളി, ബഹളം ഉണ്ടാക്കിക്കോളൂ എന്നൊരു പ്രയോഗം വിശുദ്ധ ഖുർആൻ പറയാൻ. എന്നിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? എങ്കിലേ നിങ്ങൾക്ക് അവരെ ജയിക്കാൻ കഴിയും, ആശയം കൊണ്ട് അവരെ നേരിടാൻ നിങ്ങൾക്ക് കഴിയില്ല. കേരളത്തിൽ നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ ആയത്ത് ഉദ്ധരിച്ച് പ്രസംഗിക്കൽ ആരാ? യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏത് സംഘടനയിലാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ? അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഒരുപാട് പൗരോഹിത്യത്തിന്റെ, അതിലെ ഏറ്റവും വലിയ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ പുരോഹിതൻ, ഇന്ന് ആത്മീയ ചൂഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരു വലിയ പുരോഹിതന്റെ ഒരു ക്ലിപ്പിംഗ് എന്റെ കൈവശമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നതെന്നറിയോ? മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ഷേപമായി, ആരോപണമായി അയാൾ പറയാണ്, ഒരു പോരായ്മയായി അവരിങ്ങനെ ഒരുപാട് ആയത്തുകൾ പറയും. ഒരുപാട് ആയത്തുകൾ പറയും. 38-ലെ 48, 58-ലെ 18 എന്നിങ്ങനെ പറയും. ഇതിന് മുമ്പ് പറയാ കുൽ ഹുവല്ലാഹു അഹദ്, 38-ലെ 48. കുൽ ഹുവല്ലാഹു അഹദ് 38-ലെ 48 ആണോ? ചെങ്ങമരെ സൂറത്ത് ഇഖ്ലാസ് ഖുർആനിൽ എത്രാമത്തെ അധ്യായ? അതുപോലെ അറിയില്ല കാക്കാക്ക്. ഈ കാക്ക പറയാണ് 38-ലെ 48 ആണോ? വിശുദ്ധ ഖുർആനിലെ കൂടുതൽ നമ്മൾ, എന്നിട്ട് അയാൾ പറയാൻ, നമ്മളൊക്കെ സുന്നി പണ്ഡിതന്മാർ ഒന്നോ രണ്ടോ ആയത്ത് ഓതിയാലായി. നോക്കൂ, അതൊരു ക്രെഡിറ്റ് ആയിട്ട് പറയാൻ. അള്ളാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായവും റസൂലുള്ള ജനങ്ങൾക്ക് ഓതി കൊടുത്തതാണ്. ഏറ്റവും രസകരമായ ഒരു സംഗതി എന്തറിയോ? മക്കയിൽ അവതരിച്ച 91 അധ്യായവും റസൂല് മക്കാ നിവാസികൾക്ക് ഓതി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കാത്ത അബൂജഹലും അബൂ സുഫിയാനും എന്താ ചെയ്തത്? ഏറ്റവും വലിയ ബദ്ധവൈരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ ചുറ്റിൽ പതുങ്ങിയിരുന്ന് രാത്രിയിൽ ഖുർആൻ കേൾക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ജനങ്ങൾക്ക് മുഴുവനും ഖുർആൻ കേൾപ്പിച്ച റസൂൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സൂറത്ത് റഹ്മാൻ അവതരിച്ചതിനെ കുറിച്ച് പറയുന്നിടത്ത് ഏറ്റവും കാതലായ കാര്യം എന്തായിരുന്നു? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സൂറത്ത് റഹ്മാൻ ഓതി കൊടുത്തിട്ട് അടി കിട്ടുന്നു, ചുണ്ട് പൊട്ടുന്നു, രക്തമൊലിക്കുന്നു. ഇങ്ങനെ ഒരവസ്ഥ ഇസ്ലാമിക സമൂഹത്തിന്റെയും പ്രബോധക സംഘത്തിന്റെയും അവസ്ഥ ഇത് ഇന്നത്തെ പൗരോഹിത്യത്തിനുണ്ടോ? നമ്മുടെ മനസ്സിൽ വരുന്ന കേരളത്തിലെ കുറെ വലിയ തങ്ങന്മാരും ഖലീൽ തങ്ങന്മാരും വയലത്തൂർ തങ്ങന്മാരും അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ, വലിയ സമൂഹത്തിന്റെ ആളുകൾ, സ്വർഗത്തിലേക്ക് എന്നെ എന്ന ആളുകൾ ഉറപ്പിച്ചു നിർത്തിയ ആളുകൾ. ഈ ആളുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അമ്പിയാക്കളുമായി അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. അമ്പിയാക്കൾ ചതിച്ചിട്ടുണ്ടോ? അമ്പിയാക്കൾ വഞ്ചിച്ചിട്ടുണ്ടോ? അമ്പിയാക്കൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടോ? അമ്പിയാക്കൾ ആളുകളെ ശിർക്കിലേക്ക് നയിച്ചിട്ടുണ്ടോ? അമ്പിയാക്കൾ ആളുകളെ ഖബർ പൂജയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? അമ്പിയാക്കൾ സലാത്ത് വിറ്റ് കാശുണ്ടാക്കിയിട്ടുണ്ടോ? അമ്പിയാക്കൾ റസൂലുള്ളാഹിന്റെയോ പ്രവാചകന്മാരുടെ ആസാറുകൾ വിട്ട് അതിനെ ആത്മീയ ചൂഷണത്തിന്റെ മാനദണ്ഡമാക്കി മാറ്റി പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിച്ച് വലിയ വലിയ കൊട്ടാരങ്ങളിൽ ജീവിച്ച് അങ്ങനെ ജീവിച്ചു പോയൊരു പാരമ്പര്യമുണ്ടോ? കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കടലുണ്ടിയുടെ യാത്ര പോവുകയായിരുന്നു. സഹപ്രവർത്തകർ ചോദിച്ചു, ഇതെന്താണെന്നറിയോ?
എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞറിയാം, അത് ബുഖാരി തങ്ങളുടെ കൊട്ടാരമാണ്. അതിന്റെ കോമ്പൗണ്ട് വാള് മാത്രം 25 വീടുണ്ടാക്കാൻ മാത്രമുണ്ട്. അതിന്റെ കോമ്പൗണ്ട് വാള് മാത്രം. നിങ്ങൾ ആലോചിക്കണം, ഇതെപ്പോ കിട്ടി? ഇത് സലാത്ത് വാർഷികം മലപ്പുറത്ത് തുടങ്ങിയതിന് ശേഷം ഉണ്ടായതാ. അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല, അതിന് മുമ്പില്ല. ആത്മീയത എന്ന് പറയുന്നത് വിറ്റ് കായുണ്ടാക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല, ദൃസാക്ഷിയായ ആ വിഷയത്തിൽ ആ വീട് പണി കഴിപ്പിക്കുകയും അത് ഡിസൈൻ ചെയ്യുകയും ഇന്നും അതിന്റെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ലോകം. എങ്ങനെ ഇത് സമ്പാദിച്ചത്? കച്ചവടം നടത്തി സമ്പാദിച്ചതല്ല. ഹലാലായ മാർഗത്തിൽ ഇസ്ലാം പഠിപ്പിച്ച കച്ചവടത്തിലൂടെ സമ്പാദിച്ചതല്ല. മറിച്ച് സലാത്ത് വാർഷിക നഗറിൽ പാവപ്പെട്ടവരെ സലാത്തിന്റെ പേര് പറഞ്ഞ് സമ്പാദിച്ച കോടികളെ കൊണ്ട്, അതെ, അങ്ങനെ സമ്പാദിച്ചതാണ്. സലാത്തിന്റെ വക എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കൈകാര്യം ചെയ്ത നോട്ട് കെട്ടിൽ ഉണ്ടായിരുന്നത്, സ്ലിപ്പ് എഴുതി വെച്ചിരുന്നത്. അതുപോലും എടുത്തു മാറ്റിയിട്ടല്ല ആ ക്യാഷ് കൊടുത്തിട്ടുള്ളത് എന്ന വസ്തുത സാക്ഷ്യം വഹിച്ച ആളുകൾ പറയുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ പണക്കാരനായ ഒരു പ്രവാചകൻ ദാരിദ്ര്യത്തിലേക്കോ, അല്ലെങ്കിൽ പ്രവാചകന്മാരൊക്കെ തന്നെയും, നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, പ്രവാചകന്മാരുടെ സമ്പത്തിനെ കുറിച്ചൊരു ചർച്ചയുണ്ട്, ഉണ്ടോ? പ്രവാചകന്മാരുടെ സമ്പത്ത് അഭിവൃദ്ധിപ്പെട്ടതിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ടോ? 7 ദീനാർ ദാനം ചെയ്തിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ആളാണ് റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ വീട്ടിൽ പട്ടിണി കിടന്നിട്ട് ജൂതന്റെ വീട്ടിൽ പടയങ്കി കൊണ്ടുപോയി കൊടുത്ത് പകരം അവിടുന്ന് മാവ് വാങ്ങിക്കൊണ്ടുവന്ന ആളാണ് അള്ളാഹുവിന്റെ റസൂൽ. 40 തലമുറയോളം ജീവിക്കാനുള്ള സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മർക്കസ് കോംപ്ലക്സിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മർക്കസു സഖാവത്ത് സുന്നി എന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ലഘുലേഖയിൽ നിങ്ങൾ ചെല്ലുന്ന സലാത്തിന്റെ എണ്ണം ഈ ഫോൺ നമ്പറിൽ അറിയിക്കാന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, നിങ്ങൾ ചെല്ലുന്ന സലാത്തിന്റെ എണ്ണം ഈ ഫോൺ നമ്പറിൽ അറിയിക്കാൻ. ഇയാളാരെ പടച്ചോനോ? ഇനി ആലോചിച്ചു നോക്കൊരു 4-5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ എണ്ണം, നോറ്റ നോമ്പിന്റെ എണ്ണം, കൊടുത്ത സദക്കയുടെ എണ്ണം. സത്യത്തിൽ ഏതൊരു ഇബാദത്തും അത് സ്വകാര്യമാക്കി വെക്കാനാണ് ഇസ്ലാം പറഞ്ഞ്. നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് ഇബാദത്താണ്. അത് ജനങ്ങളെ ഫോൺ നമ്പറിൽ അറിയിക്കാൻ എന്തൊരു ദീനാണിത്! അതിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ അത്ഭുതകരമായി നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്നറിയുമോ? നാളെ പിറ്റേന്ന് ജിബിരിയിൽ വന്നിട്ടുണ്ട് ഇയാളെ അടുത്തെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു കൗമ് ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ജിബിരിയിൽ വന്നു, ഇയാള് നബിയാണ് എന്ന് വാദിച്ചാൽ ശരിയാണ്, സത്യസന്ധമാണ്. ഉസ്താദ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉസ്താദിനെ എങ്ങനെ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ നബിയായി വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ മണ്ണിലുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്കറിയോ, 2-3 പ്രസിദ്ധീകരണങ്ങൾ, ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടു എന്ന് ഖസ്റജിയോട് സ്വപ്നത്തിൽ പറഞ്ഞതായാണ് രേഖ പറയുന്നത്. ആലോചിക്കണം നമ്മൾ. ഇവിടെയാണ് ഇസ്ലാമിക സമൂഹം അറിയുക, പ്രവാചകന്മാർ ഏറെ കിട്ടിയവർ ഷുഐബ് നബി, അദ്ദേഹത്തോട് നാട്ടുകാർ പറയും ഷുഐബേ, അതല്ല ഷുഐബേ എന്ന് വിളിച്ചിട്ട് പറയാൻ, നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞാട്ടി ഓടിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അർജുമന്നക വഹ്ജുർനി മലിയ, ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും എന്നൊരു വാപ്പ പറയുകയാണ്. ഈ ഒരു അവസ്ഥാവിശേഷം കേരളത്തിൽ ഏത് പൗരോഹിത്യത്തിനാണുള്ളത്? ഇത് ഇന്നും അഭിമുഖീകരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ. അമ്പിയാക്കളുടെ അതേ പാത തുടരുന്ന ഒരു പ്രസ്ഥാനം, കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസ്ഥാനം. ഇത് മനുഷ്യരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ആ അമ്പിയാക്കളെ ഏറ്റുവാങ്ങിയ അതേ പാത, അതേ അനുഭവങ്ങൾ, അതേ ദുരന്തങ്ങൾ, സമാനതകളുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് നിലനിൽക്കുന്ന ഒരു ലോകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തിത്വത്തെ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരികേശം എന്ന പേരിൽ അതിന്റെ പിന്നാലെ പോകുന്ന ഒരു കൗമ്, തറക്തു ഫീകും അംറൈനി ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ആ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിവെച്ചു പോവുകയില്ല. കിതാബുല്ലാഹ് അത് അല്ലാഹുവിന്റെ ഖുർആനാണ്, സുന്നത്താണ്. ഇന്നോ ജുബ്ബക്കുപ്പായവും മുടിയും അത് 2 മുറുകെ പിടിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളത് മുഴുവനോ നിഷ്കരണം തള്ളിക്കളയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, നബി എന്നിങ്ങനെ കച്ചവടം നടത്തി, നബി ഭാര്യമാരോട് എങ്ങനെ പെരുമാറി, നബി നാട്ടുകാരോട് എങ്ങനെ പെരുമാറി, എത്രത്തോളം എന്ന് പറഞ്ഞാൽ അയൽവാസികളെ വിളിച്ചിട്ട് പ്രവാചക തിരുമേനി മാർക്കറ്റ് പോകുമ്പോൾ ഞാനതാണ് ആ ഒരു വ്യക്തിത്വം. അയൽവാസികളോട് ഞാനിതാ മാർക്കറ്റ് പോവുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? അയൽവാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനിതാ മാർക്കറ്റ് പോവുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഞാൻ വാങ്ങിച്ചു കൊണ്ടുവരാം. ഇങ്ങനൊരു അവസ്ഥാവിശേഷം ഇന്നത്തെ പണ്ഡിത പുരോഹിതന്മാർക്കുണ്ടോ? ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതാണ് പ്രവാചകന്മാരുടെ ജീവിതം. ഇതാണ് പ്രവാചകന്മാർ വളർന്നത്. എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുട്പാത്തിൽ കച്ചവടം നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഫുട്പാത്തിൽ കച്ചവടം നടത്തുക. അല്ലമാ നാസറുദ്ദീൻ അൽബാനി വാച്ച് റിപ്പയർ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അല്ലമാ നാസറുദ്ദീൻ അൽബാനി. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അമ്പിയാക്കളുടെ വഴി ഏതാണ്? അവർ ജീവിച്ചത്, അവർ സമ്പാദിച്ചത് ഹലാലായ മാർഗത്തിൽ മനുഷ്യൻ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം അവന്റെ കൈകൊണ്ട് അധ്വാനിച്ചുന്ന ഭക്ഷണമാണ്. പണ്ഡിത പുരോഹിതന്മാരെ പറ്റി ഖുർആൻ പറഞ്ഞ എന്താ? യൗകുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഈ ആയത്തിൽ മനസ്സിലാക്കാണ്ട്. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത്. സത്യവിശ്വാസികളെ, പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷം ആളുകളും നിങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നു. അന്യായമായി മാത്രമല്ല, അങ്ങനെയുള്ള പണ്ഡിതന്മാർക്ക് ഉണ്ടാകുന്ന ചില ദുർഗുണങ്ങളെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ.